Good afternoon, sir. Okay, Divya. Sajira, good afternoon. Aji, good afternoon. Anjana, good afternoon. Good afternoon, Mas. Yes, My name is Devi Lakshmi Ranjit Kumar. oh, very good, very good. It's a very long day. Very good, very good. Thank you, sir. Oh, welcome, welcome. Okay, okay. Good afternoon, sir. Okay, Jisna, good afternoon. Good afternoon, sir. Okay, Rashmi. Okay, Agida, Ankita. Good afternoon. Good afternoon, sir. Okay, Sina. Okay, let us start. ആരെങ്കിലും വരട്ടെ എന്ന് ചോദിച്ചു വെയിറ്റ് ചെയ്താണ്. ആരാണ് പ്രയർ? ഓക്കെ, രമ്യ. യെസ്, പ്രയർ. ഞാനാ സാറേ. ഓക്കെ, പ്രിയ. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം. പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ബലം. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം. പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. താങ്ക് യു സാർ. Okay, 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 okay. Okay, Priya, very good. Signing on. ഞാനാണ്. Yes, Shafina. Good afternoon, everyone. My name is Shafina. Welcome to today's online class. I am excited to learn and explore with all of you. First, let's extend a warm welcome to our teacher, Job Sir. We are grateful for your guidance and wonderful class sessions. And a big hello to my all classmates. It's great to learn together. Today, we will discover new things and have fun. Let's make this wonderful learning experience. And I welcome Safira for part of today, Priya for the story, Shilpa and Jisna for the sign out. Thank you. Okay. Thought of the day. Sir, I am Safira. Today's thought is education is the most powerful weapon which you can use to change the world. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. നെൽസൺ മണ്ടേല. താങ്ക് യു സർ. Okay. നെൽസൺ മണ്ടേലയുടെ ഭാര്യയുടെ പേര് അറിയാമോ? വിന്നി മണ്ടേല.
യെസ്. നമ്മുടെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പോലെ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരാളാണ് നെൽസൺ മണ്ടേല. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. യെസ്. എന്താണ് വിജയ? ആരാണ്? ബെനീഷ. എന്റെ പേര് ബെനീഷ എന്നാണ്. പറഞ്ഞോളൂ എന്താ വിളിച്ചേ? ആക്ഷൻ സോങ് ഉണ്ടായതാ. ഓക്കെ ഓക്കെ പാടട്ടെ സാർ? ഓക്കെ. Two little hands to clap, clap, clap. Two little legs to tap, tap, tap. Two little eyes are open wide. One little head is side to side. Thank you, sir. Okay, very good. Yes. അപ്പോ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺകോഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കോൺകോഡ്. ആ കോൺകോഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു there will be an agreement between the subject used and the verb used. സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിനെയാണ്, അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട്, അതിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്ത് വരും, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ എങ്ങനെ വരും, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. അതിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ പ്ലൂറലായിട്ട് തോന്നുകയും എന്നാൽ സബ്ജക്റ്റ് സിംഗുലർ ആവുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രാൻഡി ആൻഡ് സോഡ, സ്ലോ ആൻഡ് സ്റ്റഡി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. അപ്പൊ ഇന്ന് നമ്മൾ വേറെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിന്റെ പേര് ഐദർ ഓർ എന്നാണ്. ഐദർ ഓർ, EITHER, ഐദർ, പിന്നെ കുറച്ച് കുത്തിടുക, അത് കഴിഞ്ഞതിന് ശേഷം ഓർ ഇടുക. ഐദർ ഓർ. അപ്പൊ ഐദർ ഓർ എന്ന് പറയുന്ന ആ കൺസ്ട്രക്ഷൻ വരുന്ന വാചകങ്ങളിൽ എന്ത് നോക്കിയിട്ടാണ് നമ്മൾ സബ്ജക്റ്റിനെ എടുക്കേണ്ടത്, ഇതാണ് നമ്മൾ പറയുന്നത്. ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത്, ഓർ അല്ലെങ്കിൽ മറ്റേത്. അല്ല, അങ്ങനെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഐദർ ഓർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇഫ് യു ഗോ സൂൺ, നീ വേഗം പോവുകയാണെങ്കിൽ, യു വിൽ ഗെറ്റ് ഐദർ ബസ് ഓർ ട്രെയിൻ. നിനക്ക് ഒന്നുകിൽ ട്രെയിൻ കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും, ബസ് കിട്ടും. യു വിൽ ഗെറ്റ് ഐദർ ബസ് ഓർ ട്രെയിൻ. ഒന്നുകിൽ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ എന്ത് കിട്ടും, നീ വേഗം പോവുകയാണ്. അപ്പൊ ഐദർ ഓർ പറയുന്നത് ഏതെങ്കിലും ഒരു രണ്ട് സംഗതി പോസിറ്റീവായിട്ട്, ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന വാചകത്തിൽ ഐദർ ഓർ ഉണ്ടെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഞാനൊരു വാചകം പറയാം, നിങ്ങളൊന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വരാം. സുനിൽ എഴുതിക്കോ. ഐദർ, EITHER, either your father, either your father or your uncles, UNCLES, your uncles dash come coming to the school, അപ്പൊ ഞങ്ങൾ വായിക്കാം. either your father or your uncles dash coming to your school. ഓക്കെ, ബ്രാക്കറ്റില് ഈസ്, ആർ രണ്ടുണ്ട്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ, അപ്പോ മിനു ബിനോയ് നമ്മൾ ഈസ് വരും, ആറ് വരും. Either your father or your uncles dash coming to the
coming to your school? ഈസ് വരും തോന്നണു. ഈസ് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഈസ് അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഇതിന്റെ അതുണ്ടോ? രമ്യ പറയുന്നു 6 വരുമെന്ന് പറയുന്നു. ഓക്കെ, എന്റെ അഭിപ്രായം വരാൻ കഴിയുള്ളൂ. ഷീനക്കും 6ആണ്, ഷാമിക്കും 6ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇനി അത് 6 എന്തുകൊണ്ടാണ് ജിസ്ന 6 പറയാൻ കാരണം? അത് ഫാദറോ അല്ലെങ്കിൽ ഇവർ നമ്മുടെ അങ്കിളോ ആയിരിക്കും. രണ്ടാമത്തത് അങ്കിൾസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടായി. യെസ്, ഓക്കെ, ഒരു ലോജിക്ക് പറഞ്ഞു. അപ്പൊ ജിസ്ന പോയിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തോളൂ, ഭാഗ്യം ജിസ്നയുടെ കൂടെ കേട്ടാ. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് പറയാം. ജിസ്ന പറഞ്ഞ കറക്റ്റ് ആണ്. ഐദർ ഓർ ഉണ്ടെങ്കിൽ ആ ഓറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സംഗതി അതെടുക്കാവും സബ്ജക്ട്. ഓക്കെ, ഐദർ ഫാദർ, അപ്പൊ സിംഗുലർ ആണ്, ഒരാളുള്ളൂ. ഓർ യുവർ അങ്കിൾസ്, അങ്ങനെ അങ്കിൾസ് എന്ന് വന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ, അപ്പൊ പ്ലൂറൽ അവരും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ഗിവൺ സെന്റൻസിൽ ഐദർ ഓർ ഉണ്ടെങ്കിൽ ഐദറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് എടുക്കണ്ട, ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഐദർ ഓറില് ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 6 വരും. ഐദർ യുവർ ഫാദർ ഓർ യുവർ അങ്കിൾസ് ആർ കമ്മിങ് ടു ദി സ്കൂൾ. ഞാൻ ആ സെന്റൻസ് ഒന്ന് മാറ്റിയിടേ. ഐദർ യുവർ അങ്കിൾസ് or your father dash coming to school. Dash coming to school. I will repeat the question. Either your uncles or your father dash coming to school. Okay, Aparna, Rahul. Aparna? Yes, Aparna illa. Appo namukku Samira. ബ്രാക്കറ്റില് ഈസും ആറും അല്ലേ എഴുതേണ്ടത് നമ്മള്? സോറി ബ്രാക്കറ്റിൽ ഈസ് ആറല്ല കേട്ടോ. സോറി. യെസ്, നവമി സജി പറഞ്ഞോളൂ. നവമി ഏത് വരും? ഈസ് വരും, 6 വരും? എന്തുകൊണ്ടാ ഈസ് എന്ന് പറയാൻ കാരണം? ഓറ് കഴിഞ്ഞിട്ട് യുവർ ഫാദർ എന്നാണ്. യെസ്, ഓറ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് ഫാദർ ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് വരും? ഈസ് വരും. ഓക്കെ, കറക്റ്റ്, ഈസ് ആണ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കാം. ഐദർ ഓർ വരുന്ന വാചകങ്ങളിൽ ഐദർ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് എടുക്കരുത്, ഓറ് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് എടുക്കാവൂ. ഓക്കെ, അപ്പൊ അതാണ് യൂസ് ഓഫ് ഐദർ ഓർ. ഓക്കെ, ഇനി നമ്മൾ അടുത്തലോട്ട് പോവുകയാണ്. അടുത്തതാണ് നൈദർ നോ. NEITHER, നൈദർ. ഇതിനെ കുറച്ച് കുത്തിടുക. നോർ, NOR. യെസ്, നൈദർ നോ. ഈ ഐദർ ഓർ പോലെ തന്നെയുള്ള വേറൊരു വേർഡാണ് നൈദർ നോ. അപ്പൊ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വാചകം സബ്ജക്റ്റ് നമ്മൾ പരിഗണിക്കാവും. നോറിന് ശേഷം വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം, ഐദർ ഓർ പോലെ തന്നെ വേറെ ഒരെണ്ണമുള്ള ഫ്രേസ് ആണ് നൈദർ നോ. നൈദർ നോറില് നോറിന് ശേഷമുള്ളത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാചകമാണ്. പോസിറ്റീവ്, ഒന്നുകിൽ ബസ് കിട്ടും അല്ലെങ്കിൽ ട്രെയിൻ കിട്ടും. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അപ്പൊ ഓർത്തിരിക്കാനായിട്ട് ഒരു ടെക്നിക്ക് ഞാൻ പറയുകയാണ്. നൈദർ എന്ന് പറയുമ്പോഴുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ N ആണ്. അപ്പൊ N നെഗറ്റീവ് കണ്ടോ, അത് ഓർത്തിരിക്കുക. അപ്പൊ നെഗറ്റീവ് ആണ് വാചകം. ഓക്കെ, യു വിൽ ഗെറ്റ് നൈദർ ബസ് നോർ ട്രെയിൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ബസ്സും കിട്ടൂല ട്രെയിനും കിട്ടൂല. ഐദർ ഓർന്നതാണെങ്കിൽ ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ ട്രെയിൻ എന്നാണ്. നൈദർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് മീനിങ് ആണ്. അതുമില്ല ഇതുമില്ല എന്നാണ്. യെസ്, ഓക്കെ. അപ്പൊ യു വിൽ ഗെറ്റ് നൈദർ ബസ് നോർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ബസ്സും കിട്ടില്ല, അതിനോടൊപ്പം തന്നെ ട്രെയിനും കിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ നമുക്ക് ഇതുപോലത്തെ ഒരു വാചകം നോക്കാം. നോക്കി, നൈദർ ദ ടീച്ചർ nor the students 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 dash come ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഈസ് ആറിന് പകരമാണ്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ആണ്, ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ആണ് കേട്ടോ. അതൊന്ന് മാറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, നോക്കാം. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. neither the teacher nor the student dash come. ഓക്കെ, മനസ്സിൽ നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആരാണ്? ഷാമി റക്സ്. ഷാമി. എന്തുകൊണ്ടാ പറയാൻ കാരണം ഷാമി? സ്റ്റുഡൻസ് വന്നതുകൊണ്ട്. നോറ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് വരുള്ളൂ? ഹാവ് വരുള്ളൂ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇത് നമ്മൾ ഇതൊന്ന് മറിച്ചിടാം. അടുത്ത വാചകം എഴുതിക്കോ. നൈദർ ദ സ്റ്റുഡൻസ് nor the teacher dash come. Neither the students nor the teacher dash come. പറഞ്ഞോളൂ സീന ജോസ്. അവിടെ എന്ത് വരും? Neither the student nor the teacher has come. ഓക്കെ, കറക്റ്റ്, വെരി ഗുഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ സീന നോക്കിക്കഴിഞ്ഞപ്പോ നോറ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എത്ര പേരുള്ളൂ? ഒരാളെ ഉള്ളൂ. അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് ആ രണ്ടാമത് വരുന്നത് ഏതാണോ അതിന്റെ കൂടെ അങ്ങോട്ട് എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. നൈദർ ഓറിലും ഐദർ ഓറിലും ഓറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ നോറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്യെ പരിഗണിക്കാം. യെസ്, അടുത്തത് സീത. as well as Caesar, as well as her relatives, relatives, dash going to the film. ഞാൻ ഒന്നുകൂടി വായിക്കാം. സീത as well as her relatives dash going to the film. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. രമ്യ രാജേഷ്, അവിടെ എന്ത് വരും? അവളുടെ റിലേറ്റീവ്സ്, ബന്ധുക്കളും കൂടി സിനിമയ്ക്ക് പോവുകയാണ്. യെസ്, ബന്ധുക്കൾ, റിലേറ്റീവ്സ് കണ്ട. അപ്പൊ അഞ്ജിത പറയുന്നു 6 വരും. യെസ്, ഓക്കെ. രമ്യ എന്ത് പറയുന്നു? സിയ പറയുന്നു 6 വരും. ആറാ റിലേറ്റീവ്സും കൂടെയാണ്. സീതയും
റിലേറ്റീവ്സും അവളുടെ റിലേറ്റീവ്സും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് 6. 6. അപ്പൊ ജിസ്നയും 6 ഒപ്പിച്ചു, അജി സൗമ്യയും 6 ഒപ്പിച്ചു. രമ്യ പറഞ്ഞില്ല. R. യെസ്, 6 ഒപ്പിച്ചു. ഇനി 6 അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? നവമി വന്നിരിക്കുന്ന ഈസാണ്. ഓക്കെ, ഇത്രയും നേരമായിട്ട് ഒരാളെ ഈസ് വന്നുള്ളൂ. ഓക്കെ 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 യെസ്, നമുക്ക് വിഷയത്തിലോട്ട് ഹാവ് വന്നോണ്ട് അവിടെ ചേഞ്ചസ് ഉണ്ടാവും. റിലേറ്റീവ്സ് അല്ലേ? ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് ഗ്രാമറിൽ വല്ല കേസുകളാണ്. നമ്മൾ ഇതൊന്നും അറിയാൻ പാടില്ലാണ്ട് ആവശ്യമുള്ള അനുസരിച്ചൊക്കെ തട്ടിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. യെസ്, അത് പോട്ടെ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി പോകും. ഓക്കെ, നോക്കിയേ ഇവിടെ നമ്മൾ നോക്കിയേ, സീതയും ആസ് വെൽ ആസ്. നവമി, ആസ് വെൽ ആസ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. സീതയും സീതയുടെ കൂടെ, അല്ലെങ്കിൽ സീതയും സീതയുടെ റിലേറ്റീവ്സും, അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ആസ് വെൽ ആസ് എന്നൊരു മീനിങ് എന്തായിട്ട് പറയാൻ പറ്റും? കറക്റ്റ് ആണ് പറഞ്ഞത്. ഒരു കറക്റ്റ് ആയിട്ടൊരു വാചകം, ഒരു ആസ് വെൽ ആസ് ഇന്നതാണ് എന്റെ മീനിങ്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ, കൂടെ, കൂടാതെ. ഓക്കെ, സീതയും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും. അപ്പൊ ഇവിടെ ആസ് വെൽ ആസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടാതെ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്നാണ്. ഈ ആസ് വെൽ ആസ് എന്ന പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ ആദ്യം വരുന്ന സബ്ജക്റ്റിനെ പരിഗണിക്കാം. നമ്മുടെ നൈദർ നോറില് നോക്കി കഴിഞ്ഞപ്പോ നോറോ ഓറോ കഴിഞ്ഞതിന് ശേഷം വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആസ് വെൽ ആസ് ആണെങ്കിൽ ആസ് വെൽ ആസ് എന്ന് പറയുന്ന വേർഡ് എഴുതുന്നതിന് മുമ്പുള്ളത് നോക്കണം. യെസ്, ആസ് വെൽ ആസ് വേർഡ് എഴുതുന്നതിന് മുമ്പ് എന്താ ഉള്ളത്? സീതയാണുള്ളത്. സീത എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ റിലേറ്റീവ്സ് അവിടെ നിന്ന് നോക്കേണ്ട കാര്യമില്ല. ആസ് വെൽ ആസിന് മുമ്പുള്ള വേർഡ് സീത. അതിലൂടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈസാണ്. അപ്പൊ അത് പറഞ്ഞത് ആരാണ്? നവമിയാണ്. ഞാൻ വിചാരിച്ചു രമ്യ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് വ്യത്യസ്തമായിട്ട് പറയുന്ന ആളാണ് രമ്യ. രമ്യയും ഈ പ്രാവശ്യം 6 പോയി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ചില വാക്കുകളുടെ കൂടെ ആദ്യം വരുന്നെടുക്കണം, ചിലതിന്റെ കൂടെ അവസാനം രണ്ടാമത് വരുന്നെടുക്കണം. അതൊന്ന് മനസ്സിൽ. അപ്പൊ ആസ് വെൽ ആസിന്റെ കൂടെ ആണെങ്കിൽ ആദ്യം വരുന്നത് പരിഗണിക്കാവൂ. യെസ്, ഓക്കെ, അതെവിടെയെങ്കിലും കുറിച്ച് വെച്ചാൽ. അടുത്ത my brothers with my sister. My brothers with my sister dash going to Philip. Dash going to Philip. Okay, ബ്രാക്കറ്റിൽ ഈസ് ഉണ്ടാകുന്നുണ്ട്. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആണുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. എന്റെ ബ്രദേഴ്സ് വിത്ത് മൈ സിസ്റ്റർ, എന്റെ സിസ്റ്ററിന്റെ ഒപ്പം സിനിമയ്ക്ക് പോവുകയാണ്. അഭിരാമിക്കാണ് ചാൻസ്. അഭിരാമി, ഈസ് വേണോ? ഈസ് ഗോയിങ് ടു ഫിലിം. ഓക്കെ, ഈസ് എന്തുകൊണ്ടാ പറയാൻ കാരണം അഭിരാമി? ഗോയിങ്ങിന്റെ മുന്നിൽ ഈസ് വരും. കാരണം ING ചേർന്നിട്ടുള്ള വേർഡിന്റെ മുന്നിൽ ഈസ് അല്ലേ വരുന്നത്. ആറും വരാറുണ്ട്, ആമും വരാറുണ്ട്. ഐ ആം ഗോയിങ്, they were going, അങ്ങനെ വരാറുണ്ട്. ഇതെല്ലാം വരാം. പിന്നെ മൈ സിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഈസ് വന്നു മാത്രം. സിസ്റ്റർ. അപ്പോ അഭിരാമി നോക്കിയത് മൈ സിസ്റ്റർ, എന്റെ സഹോദരി. ഒരു സഹോദരിയുള്ളൂ, സിസ്റ്റേഴ്സ് ഇല്ല, ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ ഈസ്. യെസ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നക്കാരനായ വേർഡ് ഏതാന്ന് പറയുമ്പോൾ വിത്താണ്. വിത്ത്. നേരത്തെ നമ്മൾ ആസ് വെൽ ആസ് പറഞ്ഞില്ലേ, അതുപോലെ
ആ ഒരു പ്രശ്നക്കാരൻ എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഒരാൾ ഉടക്കാൻ നിൽക്കൂലേ? യെസ്. ഒരു മീറ്റിംഗ് നമ്മൾ കുടുംബശ്രീയുടെ കൂടി കഴിഞ്ഞാൽ ഒരാൾ ഉടക്കാനുണ്ടാവില്ലേ എന്ന് പറയുന്ന പോലെ ഒരാളുണ്ടാവില്ലേ? ആ ഒരാൾ ഇവിടുത്തെ ആരാണ്? നേരത്തെ ആസ്വലാസായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോ അതായതായി വിത്തായി. വിത്തിന്റെ അർത്ഥം എന്താണ്? കൂടെ, ഒപ്പം. ഓക്കെ, മൈ ബ്രദേഴ്സ്, എന്റെ സഹോദരന്മാര്, വിത്ത് മൈ സിസ്റ്റർ. ഈ വിത്ത് ഉണ്ടെങ്കിൽ നേരത്തെ ആസ്വല്ലാസിന് പറഞ്ഞതുപോലെ തന്നെ വിത്തിന് തൊട്ട് മുമ്പുള്ള, ശേഷമുള്ളതല്ല, മുമ്പുള്ള സബ്ജക്റ്റ് പരിഗണിക്കാവും. വിത്തിന് മുമ്പുള്ളത് ഏതാണ്? മൈ ബ്രദേഴ്സ് അല്ല, പ്ലൂരലല്ലേ? അപ്പൊ അവിടെ എന്താ വരുള്ളൂ? ആറേ വരുള്ളൂ. യെസ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങള് നിങ്ങൾ ഓർത്തിരിക്കുക. ആസ് വെൽ ആസ് അതിനോടൊപ്പം തന്നെ വിത്ത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ രണ്ട് വാക്കുകൾ വന്നു കഴിയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. ആ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, so answer is R. പറഞ്ഞോളൂ. Answer R, sir. R, A-R. Okay, sir. Okay. Yes. യെസ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി. കുറച്ച് ജീവികളുടെ കുഞ്ഞുങ്ങളെ എന്ത് പറയും എന്നാണ് ചോദിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ദ യങ് വൺസ്. യങ് വൺസ് മീൻസ് കുഞ്ഞുങ്ങൾ എന്ന് പറയും. സിമ്പിൾ ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ ഒന്ന് ആ വാക്കുകൾ എത്ര അറിയാമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. ഇൻഫന്റ്. ഓക്കെ രമ്യ, വെരി ഗുഡ്. ഇൻഫന്റ്, വെരി ഗുഡ്. അപ്പൊ എല്ലാത്തിനും മുന്നിൽ ദ യങ് വൺ ഓഫ് എന്നൊരു സംഗതി എന്ന് വിചാരിച്ചു. ദ യങ് വൺ ഓഫ് ഡോഗ്. പപ്പി. ഓക്കെ അർജുന, കറക്റ്റ് ആണ്. യങ് വൺ ഓഫ് ഡോഗ് ഈസ് കോൾഡ് പപ്പി. രമ്യ കറക്റ്റ്. ഓക്കെ. അടുത്തത് സിമ്പിൾ അല്ലേ? The young one of cow. Calf. Correct answer. Krishna is the correct answer. Calf one. Calf. അടുത്തത് the young one of tiger. T-I-G-E-R. Tiger. Cub. Calf അല്ലട്ടെ എനിക്കിത്. Cub. C-U-B. Cub. അല്ല C-U-B. Cub. Okay. സർ ടൈപ്പ് ഒക്കെ എങ്ങനെ ബെറ്റർ ഗ്രാമർ ആയിട്ട് അങ്ങനെ വന്നത്? സെൻഡ് ചെയ്യുമ്പോക്ക് ചേഞ്ച് ആയി. ഓക്കെ, നോ പ്രോബ്ലം. അടുത്തത് ദി യങ് വൺസ് ഓഫ് കങ്കാരു. Joy. Joy. Very good. Joy. Aji correct. J-O-E-Y ആണ്. J-O-E-Y. ഓക്കെ. അടുത്തത് വെരി സിമ്പിൾ ആണ്. The young ones of hen. H-E-N. Hen. Chicken. Okay. Chicken. Okay, correct ആണ്. ചിക്കൻ അടിക്കാനുള്ള ആൾക്കാരാണ്, എന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നത് അല്ലെ? സോ ഇതിന്റെ പേര് അതായിരുന്നു എന്നല്ല ചിന്തിക്കുന്നത് അല്ലെ? അടുത്തത് ദ യങ് വൺ ഓഫ് റാബിറ്റ്. Kit or bunny. റാബിറ്റ് ഏതാണ്? Kit or bunny. ബണ്ണി. യെസ്, ഓക്കെ, കറക്റ്റ്. ബണ്ണി. B-U-N-N. റാബിറ്റ്. യെസ്. അടുത്തത് the young ones of duck. D-U-C-K. Duckling. Okay, so correct answer. The duckling. D-U-C-K-L-I-N-G. Duckling. അടുത്തത് the young ones of sheep. S-H
double E. Lamb. 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 Okay. It's a correct answer. It's a correct lamb. It's a correct answer. അടുത്തത് the young ones of donkey. The young ones of donkey. F വെച്ചിട്ടാണ്. Fall. FOAL. 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 Fall. Yes. അടുത്തത് the young ones of goose. GOOSE. Ghostly. Gooseling. 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 Correct. Very good. അടുത്തത് the young ones of pig. PIG. Piglet. Piglet. PEGLET. Piglet. അടുത്തത് the young ones of frog. Botany is holding Tadpole. Okay, now we see a correct answer. Tadpole. 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 It's a correct answer. അടുത്തത് the young ones of whale or dolphin. And the same one. Whales. Calf. It's a correct answer. Very good. അടുത്തത് the young ones of lion. Cub. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അത് ലാസ്റ്റ് ആവട്ടെ. ലൈൻ. അടുത്തത് the young ones of kitten. Cat. അയ്യോ. കൈവിട്ട് പോയി കേട്ടാ. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആൻസർ യങ് വൺ ഓഫ് കാറ്റ് ആണ്, പക്ഷെ അത് കയ്യിൽ നിന്ന് പോയത്, കൈവിട്ട് പോയി. ഓക്കെ, അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, അടുത്തത് the young ones of horse. 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 Fall. ഫോൾ പറയാറുണ്ട്, പോണി എന്നും പറയാം, രണ്ടുണ്ട്. TON രണ്ടുണ്ട്, ഫോൾ ആൻഡ് പോണി. അടുത്തത് the young ones of goat. 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 Kid. Okay, Sira. Okay, Sia. Okay, kid ആണ്. Kid. Okay. അടുത്തത് the young ones of bear. BEAR. Fawn. ഫോൾ അല്ല, Calf. കബ് തന്നെയാണ് കേട്ടോ. CUB. കബ്. ഓക്കെ. യെസ്. അടുത്തത് the young ones of camel. നേരത്തെ പറഞ്ഞിട്ട് വന്ന വാക്ക് തന്നെയാണ്. Calves. Calf. CALVE. കാഫ് തന്നെയാണ്, കാഫ് കേട്ടോ. ഓക്കെ സിനു, കാഫ്. അടുത്തത് the young ones of elephant. Calf. അപ്പൊ നിങ്ങള് ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഈ എലിഫന്റ് വന്നപ്പോ ചോദിച്ചത്, അപ്പൊ നമ്മള് ആനകളെ നമ്മൾ തിരിക്കും, കുഞ്ഞാന, വലിയാന, ഇടത്തരം ആന എന്നൊക്കെ പറയില്ലേ. അതില് ഈ ആനകളുടെയൊക്കെ സെൻസസ് എടുക്കാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, കോളേജിലൊക്കെ കുട്ടികളൊക്കെ വന്ന് പോകാറുണ്ട് സെൻസസിന്റെ സമയമുണ്ട്. അപ്പോ ഒരു ദിവസം ആന 22 കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ട ആന കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് കാണാം, അങ്ങനെ പോകും. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആനയുടെ കുഞ്ഞ് എവിടം വരെയാണ് ഒരു ഇതാണ് ആനയുടെ കുഞ്ഞ് എന്ന് പറയുന്നത്. പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? എന്ത് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡം വെച്ചിട്ടായിരിക്കും നമ്മൾ ആനയുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നത്? ഒരു മാനദണ്ഡം ഉണ്ടാവില്ല. തുമ്പിക്കൈ. യെസ്. ഓക്കെ, രമ്യ ചിന്തിച്ചല്ലോ. വെരി ഗുഡ്. തുമ്പിക്കൈ പറഞ്ഞു. ഇനി യെസ്, അപ്പൊ ഞാൻ പറയാം. അതായത് തുമ്പിക്കൈ അല്ലട്ടാ രമ്യ. അതായത് തള്ള ആനയുടെ മുൻകാലുകളും പിൻകാലുകളും, അതിന്റെ ഇടയിലൂടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുട്ടിയാനയാണ്, ആനക്കുട്ടി. അത് വരാൻ പറ്റാത്ത അത്രയും വലുതാണെങ്കിൽ അത് കുട്ടിയാനയിൽ വരില്ല. യെസ്.
അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻ ആനനെ കാണുമ്പോൾ ചെറിയ ആന എന്ന് പറയുമ്പോൾ ഇതാണ് ചെറിയ ആന, കുട്ടി ആന എന്ന് പറയുന്നത് ഇതാണ്. അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ഓക്കെ, അത് ഞാൻ യാദൃശ്യമായിട്ട് ഇപ്പൊ എലിഫന്റ് വന്നപ്പോൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറയാൻ പോയതാണ്. നമുക്കറിയാം നിമ്മി സീവിയർ, ഹു ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്? സമ്മതിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ലയൻ വന്നിട്ട് ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഏതാണ്ട് അതിന്റെ ഒപ്പം നിൽക്കുന്ന സംഗതിയാണ് ടൈഗർ. ലയനേക്കാളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നോട്ടത്തിലും അതിന്റെ പവർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് ടൈഗർ. യെസ്, അപ്പൊ ടൈഗർ അല്ല രാജാവ്. അല്ലെങ്കിൽ പുലി ഉണ്ടാവാം. പുലിനൊന്നും രാജാവാക്കിയില്ലേ, ലയനാക്കി അല്ലെ? തൃശ്ശൂർക്കാരോട് തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂരുള്ള ആരെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ കുറച്ചറിയാൻ തൃശ്ശൂരൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവരോട് പറയുന്നു, അവരെപ്പോഴും ഈ പുലി എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കുക. ആരെങ്കിലും ഒരാൾ നല്ല സമർത്ഥനാണെങ്കിൽ ആള് പുലിയാണ് എന്ന് പറയും തൃശ്ശൂർക്കാര് അല്ലെ? ഇല്ലാത്ത തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ അങ്ങനെ പറയുള്ളൂ. പുലി എന്നാണ് അവർ. പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമാണ്. അപ്പൊ ഞാൻ ഒരു തൃശ്ശൂർക്കാരനോട് വെറുതെ തമാശക്ക് ചോദിച്ചു, നിങ്ങൾ ഈ പുലി എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിലെ രാജാവ് സിംഹമാണല്ലോ. അപ്പൊ അയാള് പറയുന്നു, സിംഹം എന്ന് പറഞ്ഞാൽ ആരാണ്? സിംഹം എന്ന് പറഞ്ഞാൽ കാട്ടിലെ പുലിയല്ല വരും. അപ്പൊ പുലി എന്ന് പറയുന്ന വേർഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിംഹവും നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാനാണ് കാട്ടിലെ രാജാവ്. എങ്കിലും നമ്മൾ സിംഹത്തെ കാട്ടിലെ രാജാവാക്കുന്നു. അപ്പൊ നേരത്തെ ഞാൻ കുട്ടിയാനയെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ച അതേ ചോദ്യം ഇവിടെ ചോദിക്കുകയായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം ടൈഗറിനെയും മറ്റ് ജീവികളെയൊക്കെ മാറ്റിയിട്ട് ഈ സിംഹത്തെ നമ്മൾ രാജാവ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? എല്ലാ അനിമൽസും സിംഹത്തിന് പേടിയായത് കൊണ്ടാണോ? യെസ്, അതിപ്പോ സിംഹത്തിനെ പേടിക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ടൈഗറിനെ പേടിക്കാം. കാരണം സിംഹം ഒരിക്കലും ആവശ്യമില്ലാണ്ട് അതിനൊന്നും പുലികൾ ചെയ്യുന്ന പോലെ കൊന്നിട്ടില്ല. യെസ്, വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേണ്ട നോക്കുള്ളൂ. ഇനി വേണായ ടൈമില് പോയിട്ട് അത് ഐ മീൻ എല്ലാ സമയത്തിലും അത് പോവില്ല. ഐ മീൻ ഇനി അങ്ങനെ എന്തോ സ്റ്റോറി കേട്ടത് സർ, അതിനെ സിംഹ രാജാവാക്കിയത്. ഓക്കെ, അനികിത പറയുന്നു, നമ്മുടെ വിജയം പറയുന്നു സൗണ്ട് ആയിരിക്കുമെന്ന്. ബാക്കിയുള്ള മൃഗങ്ങളുടെ ഗർജിക്കുന്ന സൗണ്ടും സിംഹത്തിന്റെ സൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സിംഹത്തിന്റെ സൗണ്ട് ചിലപ്പോൾ കുറച്ച് 8 കിലോമീറ്റർ വരെ എത്തുന്നതാണ് പറയുന്നത് സിംഹത്തിന്റെ സൗണ്ട്. യെസ്, ഓക്കെ. അതല്ല, നിങ്ങൾ വിഷയത്തിലോട്ട് വന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇത് ചില പക്ഷികൾക്ക് പ്രത്യേകത ഉണ്ട്. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പക്ഷി അത് ഏതാണത്? അത് ഇന്ത്യയുടെ അല്ലേ? പീകോക്ക് ഓഫ് ഇന്ത്യ. കേരളത്തിൽ നമ്മൾ എടുത്തേക്കുന്നത് വേഴാമ്പലാണ്. ഈ വേഴാമ്പലിന് പ്രത്യേകതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് അത് ഒരു ഇണയെ ഉണ്ടാവുള്ളൂ. ഒരു ഭാര്യ ഒരു ഭർത്താവ്, ഏക പത്നി ഏക ഭർത്താവാണ് അതിന്. യെസ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇണ ഒരു മുട്ടയിടാൻ ആരംഭിച്ചു കഴിഞ്ഞാല് അതിന്റെ ശരീരത്തിൽ തൂവലുകളെല്ലാം കൊഴിഞ്ഞു പോകും. തൂവലുകളെ കൊഴിഞ്ഞു പോയിട്ട് ബാക്കി മാംസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. രണ്ടാമത് തൂവല് വരുന്ന അതേ സമയം വരും. അപ്പൊ അത് കൂട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ കൂട് അടച്ചിട്ടുണ്ടാവും, ചെറിയൊരു ദ്വാരം മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തേക്ക് ഇടാനായിട്ട്. അപ്പൊ ഈ ആൺ ഹോൺബിൽ വേഴാമ്പലാണ് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നത്. അപ്പൊ കുറച്ച് നാളുകളോളം ഈ പെൺ വേഴാമ്പൽ ആ കൂടിന്റെ അകത്ത് തൂവലില്ലാണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ആൺ വേഴാമ്പലിനെ ആരെങ്കിലും കെണി വെച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും വെടിവെച്ച് കൊല്ലുകയോ ചെയ്താൽ ആ വേഴാമ്പൽ മാത്രമല്ല ചാവുന്നത്, വേറെ എന്തും കൂടി ചാവും. അതിൻ്റെ ഒരു ഇണ ചാവും, അതിൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളും ചാവും ഭക്ഷണം കിട്ടാൻ. യെസ്, കാരണം ഈ വേഴാമ്പലിന്റെ ഇണയുടെ കൂടെ എവിടെയാണെന്നുള്ള കാര്യം അറിയാവുന്ന ആൾക്കാരിക്കും ഈ ആണിനായിരിക്കും.
അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഈ വേഴാമ്പലിനുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞത് മാത്രം, നമ്മളിവിടെ ഈ ഈ കാടിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ ബൗണ്ടറി ഉണ്ട്, ഒരു അതിർത്തി ഉണ്ട്. നമ്മുടെ വീടിന്റെ ചുറ്റുള്ള 5 സെന്റ് 10 സെന്റ് പറയുന്ന ബൗണ്ടറി, അതിന്റെ ബൗണ്ടറി അത് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ആ മൃഗത്തിന്റെ യൂറിൻ പാസ് ചെയ്തിട്ടാണ് അതിന്റെ ബൗണ്ടറി മാർക്ക് ചെയ്തേക്കുന്നത്. അത് ചിലപ്പോൾ കിലോമീറ്ററോളം ഉണ്ടാവും, 3-4 കിലോമീറ്റർ, അത് അതിന്റെ ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിയിലോട്ട് വേറെ ഒന്നും വരില്ല. യെസ്, വരാനായിട്ട് അടുത്ത അവിടെ ഉള്ള ആൾ സമ്മതിക്കുക. അതിന്റെ ബൗണ്ടറി മാർക്ക് ചെയ്യാൻ അങ്ങനെയാണ്, അവർക്ക് തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. യെസ്, അപ്പൊ നമ്മൾ പറയുന്നത് ഈ സിംഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഹം എപ്പോഴും ഈ ബൗണ്ടറി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു രാജാവ് അയാളുടെ സൈന്യങ്ങളെയും കൂട്ടി തൊട്ട അയൽവക്കത്തുള്ള രാജാവിനെ ആക്രമിച്ച് ആ രാജ്യം തന്റെ രാജ്യത്തോട് ചേർക്കുന്നു. യെസ്, അതാണ് ഒരു രാജാവ്, അല്ലെ? യെസ്, അതുപോലെ സിംഹം എപ്പോഴും എന്ത് ചെയ്യും? ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യും, ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് 1/2 കിലോമീറ്റർ ആണെങ്കിൽ നാളെ 3/4 കിലോമീറ്റർ, പിറ്റേ ദിവസം അങ്ങനെ ഇന്ന് നാളെ മറ്റന്നാൾ ചെയ്യുന്നതല്ല. സിംഹം എപ്പോഴും ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് അപ്പൊ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ജീവിയാണ് ലയൺ. അതാണ് ഒരു രാജാവിന്റെ കഴിവ്, ആക്രമിച്ച് കീഴടക്കുക, മറ്റേത് കൂടി എന്റെ അകത്താക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ്, അതാണ് എന്റെ പ്രത്യേകത, സിംഹത്തിൽ നമ്മൾ രാജാവെന്ന് വിളിക്കാനുള്ള ഒരു കാരണം. ഓക്കെ, ഇനി നമ്മൾ വേറെ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്താൽ മതി. എഴുതി പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഇവിടെ നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ മാർക്ക് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഉത്തരം പറയുന്ന ഒരു 3 പേരെ ഞാൻ പരിഗണിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാനുള്ള ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡിന്റെ കുറവ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 3 ഉത്തരം പറയുന്ന ആളുകളെ നമ്മളിവിടെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ടൈപ്പ് ചെയ്യാൻ നോക്കാം, ഇതാണ് പ്രശ്നം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നോക്കണം, മാർക്ക് ഇടാനായിട്ട് നമ്മൾ ഒരാളെ വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ചോദ്യങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഫസ്റ്റ് ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്. എച്ച്. രണ്ടാമത്തെ ലെറ്റർ O ആണ്. ഫസ്റ്റ് ലെറ്റർ എച്ച്, രണ്ടാമത്തെ ലെറ്റർ O. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് എച്ചും ഓയും ആയിരിക്കും ആദ്യത്തെയും രണ്ടാമത്തെയുമായിട്ടുള്ള ലെറ്റർ. യെസ്, പറയട്ടെ, ചോദ്യം ആരംഭിക്കുന്നു. ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്, GUEST, ഗസ്റ്റ്. ഗസ്റ്റ് are നവമി, ഷെഫീന, മിനു. നവമി, ഷെഫീന, മിനു അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓരോ പോയിന്റ് ഇട്ടുണ്ട് കേട്ടോ. യെസ്, ആദ്യം കുറച്ച് സമയം പിടിക്കും, കാരണം പേരൊക്കെ എഴുതണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് cultivating gardens. The study of cultivating garden. Priya, Ramya, Sia. Priya, Ramya, Sia. Okay, horticulture is the correct answer. Okay, very കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത്, how does a Santa, Santa means Santa Claus, how does a Santa laugh? How does a Santa laugh? ആ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്, അത് പേരുണ്ടായിരുന്നു. How does a Santa laugh? ഓക്കെ, ആരുടെ കയ്യിൽ നിന്നും? വെരി ഗുഡ്. ഷെഫീന, അൻകിത, സിയ. ഷെഫീന, അൻകിത, പ്രിയ. ഓക്കെ, കറക്റ്റ് ആണ്. ഹോ ഇതാണ് ആ ചിരിയുടെ പേരിട്ട. ഹോ, എച്ചോ. ഓക്കെ, അടുത്തത്, എ ലാർജ് four-legged, 4 four-legged animal used for riding. Ramya, Nimmi, Naomi. Ramya,
നിമ്മി നേരത്തെ വന്നിട്ടില്ല അല്ലേ? നിമ്മി ആൻഡ് നവമി. നവമിയും വന്നിട്ടില്ല. നവമി വന്നിട്ടുണ്ടല്ലോ ആദ്യം. യെസ്, ഓക്കെ കറക്റ്റ് ആണ്. ഓക്കെ സൗമ്യ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് സിമ്പിൾ. എ പീരീഡ് ഓഫ് 60 മിനിറ്റ്സ് ഈസ് കോൾഡ്. ഓക്കെ നവമി, ചോദ്യം പൂർത്തിയാക്കാൻ മുമ്പ് നവമി, പ്രിയ, അൻകിത. നവമി, പ്രിയ and Ankita. Okay, that is called hour. 60 minutes is called hour. Next question. A sweet food made by bees. B-E-S. Naomi, Nimmi, Aji. Naomi, Nimmi, Aji. Aji നേരത്തെ വന്നിട്ടില്ല അല്ലേ? അജി. ഓക്കെ, കറക്റ്റ് ആണ്. ഹണിയാണ്. കറക്റ്റ് ആൻസർ. അടുത്തത് another word for being, B-E-I-N-G, being truthful. Another word for being truthful. Ankita, Navami, Krishna. Ankita, Navami and Krishna. Krishna നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഓക്കെ നൗഷില, ഷെഫീറ കറക്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഓണസ്റ്റ്. അടുത്തത് എ ട്യൂബ്, TUBE, എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ. തെറ്റിപ്പോയത് വേഗം സഞ്ചരി ഞാൻ പരിഗണിക്കുന്നു. പ്രിയ, സഫീന, അഞ്ജന. പ്രിയ, ഷഫീന, അഞ്ജന. അഞ്ജന നേരത്തെ വന്നിട്ടില്ല അല്ലെ? ജമ്മിയാണ് വന്നേക്കാം. അഞ്ജനയെ പരിഗണിച്ചിട്ട് ടൈപ്പ് ചെയ്തപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഹോട്ടല്ല, ഹോസ് ആണ്. ഹോസ്. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ ഒന്ന്, അത് ഹോസാണ്. യെസ്. അടുത്തത് എ ടൂൾ, TOOL, എ ടൂൾ യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. എ ടൂൾ used to catch fish. Okay, Ankita, Navami, Aji. Ankita, Navami and Aji. The correct answer, Hook. HOOK, spelling അങ്ങനെ. അടുത്തത് ചോദ്യം അല്പം ലെങ്ത് ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്കാം. എ വെഹിക്കിൾ that travels over the surface of land. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എ വെഹിക്കിൾ that travels over the surface of land or water supported by the current of air sent downwards. അത്രയാണ് ചോദ്യം. എ വെഹിക്കിൾ that travels over the surface of land or water supported by the current of air. AIR, air. Yes. Okay. അത് കരയിലൂടെയും എല്ലാ നിമ്മി കരയിലൂടെ, ഇപ്പൊ നിങ്ങൾ ആരും ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ പറയണ, കരയിലൂടെയും വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. സർഫേസ് ഓഫ് ദ ലാൻഡ് ഓർ വാട്ടർ, വെള്ളത്തിലൂടെ പോവും, കരയിലൂടെ പോവും. HO എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു സംഗതിയാണ്. ഏതാണ്ട് ബോട്ട് പോലെയൊക്കെ ഇരിക്കും. ഹൗസ് ബോട്ടാ സർ? വെരി ഗുഡ്. ഓക്കെ നവമി, വെരി ഗുഡ്. കറക്റ്റ് കേട്ടോ. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. ഓക്കെ നവമി, ഹോവർ ക്രാഫ്റ്റ് ആണ്. HOVERCRAFT. ഞാൻ വിചാരിച്ച ആരും പറയുന്നതാണ് വെച്ചത്. അപ്പോ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അതിജീവിച്ചുകൊണ്ട് നവമി ഉത്തരം പ്രതികരിക്കാൻ. വെരി ഗുഡ്. ഓക്കെ. അടുത്തത്
Another word for burrow, B-U-R-R-O-W. Another word for burrow. Yes. Burrow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോരം എന്നുള്ള അർത്ഥമുള്ള അതേ അർത്ഥമുള്ള വേറെ വാക്ക്. ഓക്കെ കൃഷ്ണ, കൃഷ്ണ, തസ്നീം, സീന. കൃഷ്ണ നേരത്തെ വന്നിട്ടുണ്ട്. കൃഷ്ണ, തസ്നീം, സീന. സീന നേരത്തെ വന്നിട്ടില്ല അല്ലെ? സീന. ഓക്കെ. ദാറ്റ് ഈസ് കോൾഡ് ഹോൾ. അടുത്തത് എ ടീം ഗെയിം in which the players use, I will repeat the question. Okay. Ramya, Nimmi, Krishna. Ramya, Nimmi, and Krishna. Krishna. Okay. Very good. Okay. അപ്പോ ചോദ്യം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു മോഡലാണ്, നമുക്ക് പിന്നീട് നോക്കാം. അപ്പോ നിങ്ങൾ ചോദ്യത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അറിവ് ഉണ്ട്. ആകെ ഒരു ചോദ്യം മാത്രമേ പുറത്തു പോകുന്നേ വിചാരിച്ചുള്ളൂ. അത് കൃത്യമായിട്ട് ഹോവർ ക്രാഫ്റ്റ് നവമി പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. മാർക്ക് കിട്ടിയതൊന്നും നോക്കണ്ട, ഇത് ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. സീനക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സിയക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അഞ്ജനയ്ക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, മീനു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, തസ്നീം 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അജിക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, രമ്യക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 3 പോയിന്റ്. ഷെഫീനക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, യെസ്. നിമ്മിക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, നിമ്മി 3 പോയിന്റ്. കൃഷ്ണക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അൻകിതയ്ക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 4 പോയിന്റ്. പ്രിയയ്ക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 4 പോയിന്റ്. ഇനി കളിയിലെ കേമി എന്ന് പറയുന്നത് നവമിയാണ്. നവമിക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. Sir. Yes, Good afternoon, sir. As Yes. we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. Your explanations and examples helped us understand between, and we appreciate the time to look to answer our questions. I would like to summarize what we learned today. We discussed about 2 nouns are joined by either or, neither or. The verb agrees with the second noun. 2 nouns are joined by as well as, with, accompanied by the verb agrees with the first noun. And the young one of animals and fun questions. Before we go, I would like to remind everyone to review their notes. Thank you again, sir, for a great class section. We are looking forward to the next one. Thank you, sir. Okay, ji sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay. We will meet next time. Okay. Thank you, sir. Okay. Thank you, sir. Okay.